ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഇന്ന് സംസാരിക്കുന്നത് വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളും ഹോമിയോപ്പതി ചികിത്സയും കുറിച്ചാണ്. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ബാലചന്ദ്രൻ നായർ, ഹോമിയോപ്പതിക് ഡോക്ടർ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം ഡോക്ടർ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വയസ്സായി കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. പ്രമേഹം, കാഴ്ചശക്തിക്കുറവ്, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം തന്നെ പ്രത്യക്ഷപ്പെട്ട് വരാറുണ്ട്. അതോടൊപ്പം തന്നെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസികമായി ഒരുപാട് തളർന്നു പോകാറുമുണ്ട് ഈ ഒരു അസുഖത്തിൻ്റെ കാരണം കൊണ്ടും മറ്റ് അവരുടെ ഒരു ഒറ്റപ്പെടൽ കൊണ്ടും ഒക്കെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഹോമിയോപ്പതി ചികിത്സയിലൂടെ മാറ്റാൻ സാധിക്കുന്നത്? ഒക്കെ വയോജനങ്ങളുടെ പ്രധാനമായ പ്രശ്നങ്ങളാണ് താങ്കൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. അതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രണ്ട് കാരണങ്ങൾ, ഒന്ന് ജീവിതശൈലി രോഗങ്ങളും പിന്നെ മാനസികമായ പ്രയാസങ്ങളും മാനസികാഘാതവും. അത് മാനസികാഘാതം എന്ന് പറയുമ്പോൾ പലതും വരും. അതിനകത്ത് ഡിമെൻഷ്യ വരും, ഉറക്കമില്ലായ്മ വരും, അങ്ങനെ പല മാനസിക പ്രശ്നങ്ങളും ഓരോ വ്യക്തികളിലും പ്രത്യേകം വ്യത്യസ്തമായിരിക്കും. അപ്പം അതിൽ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കുന്നതിന് നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് തന്നെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുമ്പോൾ നമുക്ക് ആ രോഗങ്ങളെ നിയന്ത്രിക്കുവാനും ഒരു പരിധിവരെ അതിനെ ഒഴിവാക്കുവാനും സാധിക്കും. അപ്പോൾ അതാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീവിതശൈലിയിൽ നമ്മൾ അനുവർത്തിച്ച് വരുന്ന ജീവിതശൈലിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുക. ഇപ്പോൾ പ്രമേഹം വരുന്നത് നമുക്കറിയാം, അമിതമായ ആഹാരം, അമിതമായ എണ്ണ ചേർന്ന ആഹാരം, അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് കൂടുതൽ വരിക. അവിടെയും മാനസികാഘാതം വളരെ ഒരു ഫാക്ടറാണ്. മെൻ്റൽ ടെൻഷൻ കൂടുമ്പോൾ പ്രഷർ കൂടാം, രക്താതി സമ്മർദ്ദം ഉണ്ടാവാം. പിന്നെ വയോജനങ്ങളിൽ പ്രഷർ കുറയും, ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും, അതും വരാം. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് പ്രധാനമായും വേണ്ടത് നമ്മുടെ ആഹാരം എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. ഒരു ബാലൻസ്ഡ് ഡയറ്റ് വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുക, എന്നിട്ട് ആവശ്യാനുസരണമുള്ള നമ്മളൊരു ഈക്വൽ പ്രൊപ്പോർഷനിലുള്ള ആഹാരം നമ്മൾ കഴിക്കണം. ധാരാളം ചോറ് കുറയ്ക്കണം, അരി ആഹാരം കുറയ്ക്കണം, അരിയോ ഗോതമ്പോ ആയ ആഹാര സാധനങ്ങളുടെ അളവ് കുറയ്ക്കുക. ഇപ്പം പ്രഷറിന് തന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉപ്പ് കൂടുതൽ ചേർന്ന ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക, ഉപ്പിലിടുക, അച്ചാറ്, പപ്പടം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ അപ്പോൾ അത് അങ്ങനെ നിയന്ത്രിക്കുകയും മാനസിക ആരോഗ്യത്തിന് വേണ്ടി, പൊതുവായി മാനസിക ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പാലിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കൊരു മെൻ്റൽ പീസാണ് ആവശ്യം. അപ്പം മെൻ്റൽ പീസ് വേണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പല പ്രശ്നങ്ങളിൽ അടിപ്പെട്ടായിരിക്കും നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വയോജനങ്ങളുടെ മക്കൾ സ്ഥലത്ത് കാണത്തില്ല, ഒറ്റപ്പെടലാണ്. അപ്പോൾ ഒറ്റപ്പെടൽ വരുമ്പോഴത്തേക്കും അവർക്ക് എത്ര പണം ഉണ്ടായിരുന്നാലും പെൻഷൻ ഉണ്ടായിരുന്നാലും ആവശ്യത്തിനുള്ള ജീവനക്കാരോ ജോലിക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരോട് സംസാരിക്കുവാനും അവരുടെ പ്രശ്നങ്ങളോ അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കുവാൻ ആളില്ലാതെ വരുന്നു. അപ്പോൾ അതിന് വേറെ നിവൃത്തി നമുക്കില്ല. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാമൂഹികമായ ഗ്യാതറിങ്ങുകളിൽ നമ്മുടെ സമാനമായ ചിന്താഗതിയുള്ള ആളുകളുമായി നമ്മൾ കൂട്ടുകൂടുകയും നമുക്ക് നമുക്ക് കഴിവുകൾ കാണും. അപ്പോൾ വയോജനങ്ങളായതുകൊണ്ട് ആ കഴിവുകൾ അവർക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാതെ വരും. അപ്പം നന്നായി പാടുന്നവരാണെങ്കിൽ അവർ പാടുന്ന ഗ്രൂപ്പുകളിൽ പോവുക, പാട്ട് കൂട്ടമായിട്ട് കൂടുക, ഓരോ സ്ഥലങ്ങളിൽ പോയി പാട്ട് പാടുക, അല്ലെങ്കിൽ വാട്സപ്പ്, നമുക്കറിയാം മൊബൈലിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പം എൻ്റെ അടുത്ത് തന്നെ വരുന്ന സെക്രട്ടേറിയറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെല്ലാവരും പാട്ട് ഗ്രൂപ്പിൽ പലയിടത്തും പോയി പാട്ട് പാടുകയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ വിഷമങ്ങൾ, ഇതിൻ്റെ കൂട്ടത്തിൽ അവർ ചില ചികിത്സകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. വരുമ്പോഴത്തേക്കും അവർ പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, മകൾ എൻഗേജഡാണ്, മരുമകൻ വീട്ടിൽ കാണത്തില്ല, മരുമകൻ ഓഫീസറാണ്, അപ്പോൾ കുട്ടികളെ നോക്കുന്നില്ല, അപ്പോൾ കുട്ടികളെ ഞങ്ങളെയാണ് നോക്കുന്നത്. ഇതിനിടയിൽ അവരുടെ സന്തോഷം അവർ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ പെയിൻറ്റിങ് താല്പര്യമുള്ളവർ, അതുപോലെ തന്നെ ഗാർഡനിങ്. അത് ഞാൻ പറഞ്ഞത് ഗാർഡനിങ്ങൊക്കെ ആകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ സാമൂഹ്യമായി കൂട്ടുകൂടി നമുക്കിപ്പോൾ അഭിനയിക്കാനുള്ള കഴിവുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അഭിനയിക്കാൻ പോവാം. അപ്പം പ്രായമായവർ വരുമ്പോൾ ഇനി എന്തിനാ നമ്മൾ ഒന്ന് ഒതുങ്ങി കൂടും. അപ്പം അത്തരത്തിൽ ഒതുങ്ങിക്കൂടാതെ നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളുമായി ഇടകലർന്ന് അവരുമായി ചേർന്ന്
നമ്മൾ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കുക. പിന്നെ മാനസിക സംഘർഷത്തിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് യോഗ ആൻഡ് മെഡിറ്റേഷനാണ്. ഇപ്പോൾ ഒരു ഹോമിയോ ഡോക്ടർ എന്നുള്ള നിലയിൽ ഇതര ചികിത്സാ രീതികളിലുള്ള നല്ല കാര്യങ്ങളെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിരാവിലെ എണീറ്റ് ഒരു മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യും, യോഗ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ്, പ്രമേഹം. അപ്പം നമുക്കറിയാം സർവ്വസാധാരണമാണ് പ്രമേഹം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ വയോജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇവിടെ ആളുകളുടെ വയോജനങ്ങൾ കൂടുന്നു, അവരുടെ മോർബിഡിറ്റി റേറ്റും കൂടുന്നു. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗാതുരത, രോഗാവസ്ഥയുള്ള ആളുകളുടെ എണ്ണം കൂടുന്നു. നമുക്കറിയാം, നമ്മൾ പല പ്രായമുള്ളവരെ കണ്ടാൽ അവരൊരു 10-15 കൂട്ടം മരുന്നെങ്കിലും മിനിമം കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്, പ്രമേഹമുണ്ട്, തൈറോയ്ഡ് ഡിസ്ഫങ്ഷനുണ്ട്, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനുണ്ട്, അല്ലെങ്കിൽ സന്ധികളിൽ വേദനയുണ്ട്, അങ്ങനെ പല അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിന് യോഗ ആൻഡ് മെഡിറ്റേഷൻ നല്ലതാണ്. ഫിസിക്കൽ ഹെൽത്തും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുമ്പോൾ തന്നെ നമ്മുടെ പകുതി രോഗവും തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ പല രോഗങ്ങളും സൈക്കോസോമാറ്റിക്കാണ്. എന്ന് പറഞ്ഞാൽ മാനസിക ശാരീരിക രോഗങ്ങളാണ്. അപ്പം മാനസികാരോഗ്യം മെച്ചപ്പെടുമ്പോൾ ശാരീരികമായ അസുഖാവസ്ഥകളും മെച്ചപ്പെടും. ഈ മാനസികാരോഗ്യം തകരാറിലാവുമ്പോൾ നമുക്ക് പല രോഗങ്ങളും ഉണ്ടെന്ന് തോന്നും. പിന്നെ ഭയം, ഒരു പേടി, അകാരണമായ ഒരു പേടി ഉണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ടിരിക്കുക, അധികം ആരോടും സംസാരിക്കാതിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ യോഗ ആൻഡ് മെഡിറ്റേഷൻ ചെയ്യുകയും വളരെ ഫലപ്രദമായ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കിട്ടുന്നതിനുള്ള മരുന്നുകളുണ്ട്. അപ്പം അത്തരം മരുന്നുകളുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളില്ല. അപ്പം നമ്മൾ ആ മരുന്നുകൾ രോഗികൾക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പാർശ്വഫലങ്ങൾ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള രോഗികളുടെ കാര്യമാണ് നാം പറഞ്ഞു വന്നത്. അപ്പോൾ പ്രമേഹമുള്ള രോഗികൾ നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ എക്സർസൈസ്. ഇപ്പോൾ രാവിലെ എണീറ്റ് നന്നായിട്ട് എക്സർസൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ എക്സർസൈസുകളും നമുക്ക് ചെയ്യാവുന്നതാണ്. അമിതമായ എക്സർസൈസുകൾ ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സർഷൻസ് ഉള്ള എക്സർസൈസ് ചെയ്യാതിരിക്കുക. അപ്പോൾ യോഗ ആൻഡ് മെഡിറ്റേഷനായി, എക്സർസൈസായി, പിന്നെ ആഹാരത്തിൽ വേണ്ടുന്ന ക്രമീകരണങ്ങൾ. നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക, ഷുഗർ കുറയ്ക്കുക. നമ്മളെല്ലാം ധരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടെന്നില്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രമേഹ രോഗികൾ ചെയ്യുന്നൊരു രീതി, അവർ ഒരു കല്യാണത്തിന് പോയി എത്ര ഇൻസുലിൻ എടുക്കുന്ന രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ ഗുളിക കഴിക്കുന്ന രോഗിയായാലും അവർ പറയും അത് ഇന്നിപ്പോൾ എന്തായാലും പായസം കുടിച്ചിട്ട് അര ഗുളിക കൂടെ കഴിക്കാം, അര ഗുളിക കൂടെ അങ്ങ് കഴിച്ചേക്കാം എന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു ശരിയായ രീതിയല്ല. മാത്രമല്ല, പ്രമേഹത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്നുള്ള ആ ഒരു ഇത് വളരെ ഇൻവെർട്ടഡ് കോമാസിൽ പറയുകയാണ്. ഹോമിയോപ്പതി മരുന്ന് വളരെ ഫലപ്രദമാണ്. ധാരാളം രോഗികളെ ഹോമിയോ മരുന്ന് കൊണ്ട് നമ്മുടെ ബ്ലഡിലെ, രക്തത്തിലെ ഷുഗർ ലെവൽ നമുക്ക് നോർമലാക്കി നിർത്താൻ പറ്റും. ഉറപ്പാണത്. നമ്മൾ ഇത് പ്രമേഹം കണ്ടുപിടിച്ച പാടെ തന്നെ ഡോക്ടറെ അടുത്ത് പോയി ഓടിച്ചെന്ന് ഡോക്ടറെ കാണുന്നു. ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നു. HbA1c കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് നോക്കുന്നു, വളരെ കൂടുതലാണ്. ഉടനെ തന്നെ ഗുളിക സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രമേഹം കണ്ടുപിടിക്കപ്പെട്ടാൽ അതുവരെയും നമ്മൾ ആഹാരത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ ഒരു 5-6 ഇഡ്ഡലി കഴിക്കും, ഉച്ചയ്ക്ക് 2-3 നല്ല പാത്രം ചോറ് കഴിക്കും, രാത്രി നന്നായിട്ട് ഫുഡ് കഴിക്കും, പൊറോട്ട, ഇറച്ചിയോ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കും. ധാരാളം ഇതൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു 21 ദിവസം നിങ്ങൾ സമ്പൂർണ്ണമായി മധുരം കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക, എണ്ണയുടെ അളവ് കുറയ്ക്കുക, ധാരാളം പച്ചക്കറികളും ധാന്യങ്ങളും ഉൾപ്പെടുത്തുക, അരിയുടെ ആഹാരം കുറയ്ക്കുക, എക്സർസൈസ് ചെയ്യുക. ചെയ്തിട്ട് നിങ്ങളൊരു 3 ആഴ്ച നോക്കിയിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറഞ്ഞു വരും. കാരണം നമ്മൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കഴിച്ചിരുന്നു, നമുക്ക് അസുഖമില്ലല്ലോ. അപ്പോൾ ആ നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കിതെല്ലാം നോർമലാവും. ആ നോർമലായി വരുന്നതിന് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനുള്ള ഹോമിയോപ്പതി മരുന്നുകൾ, വളരെ ഫലപ്രദമായ മരുന്നുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ധാരാളം മരുന്നുകളുണ്ട്. വളരെ അനുഭവത്തോടു കൂടി പറയാണ്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള മരുന്നുകളിലേക്ക് നമുക്ക് വരാം. പക്ഷേ
ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയ രോഗികൾ ധാരാളമുണ്ട്. ഉണ്ട്. അതെ. എന്ന് പറഞ്ഞാൽ അവരുടെ പാങ്ക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദനം തീരെയില്ല. തീരെയില്ല. ആ. അപ്പോൾ അത്തരം രോഗികളെ ഇൻസുലിൻ എടുക്കുകയും ഇൻസുലിൻ്റെ ഡോസ് ഉണ്ട് അത് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ ഫാസ്റ്റിങ്ങും PBS നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇൻസുലിൻ ഉൽപ്പാദനം ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള രോഗികൾക്ക് തീർച്ചയായിട്ടും ഇൻസുലിൻ്റെ ആവശ്യവും മരുന്നുകളുടെ അല്ലെങ്കിൽ മറ്റിതര സമ്പ്രദായത്തിൻ്റെ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ മരുന്നുകളും ആവശ്യമാണ്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റും. പിന്നെ വരുന്നതാണ് ധാരാളം പ്രായമുള്ള ആളുകളിലാണ് കണ്ണിൻ്റെ കാട്രാക്ട് എന്ന് പറയുന്നത്. അതെ, കാഴ്ച അപ്പം ധാരാളം രോഗികൾ ഈ ഹോമിയോപ്പതി മരുന്നുകൾ വാങ്ങി കണ്ണിലൊഴിക്കുന്ന ഒരു ശീലം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തിമിരം ബാധിച്ച രോഗികൾ കണ്ണിലൊഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് തിമിരം മാറ്റാമെന്ന് ധരിച്ച്, അപ്പം തിമിര ചികിത്സയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണിലൊഴിക്കുന്ന മരുന്ന് കൊണ്ട് വലിയ ഫലം കിട്ടത്തില്ല. നമുക്ക് അകത്ത് മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മോഡേൺ ചികിത്സാ രീതികളെ സർജറി തീർച്ചയായിട്ടും. അപ്പോൾ കാട്രാക്റ്റിൻ്റെ സർജറിയൊക്കെ രാവിലെ പോയാൽ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് സുഖമായിട്ട് നമ്മുടെ കണ്ണിന് കാഴ്ച കിട്ടും. കാരണം കാഴ്ച പോയാൽ ആള് വീഴും, ആള് വീണാൽ ഫ്രാക്ചർ വരും, ഫ്രാക്ചർ വന്നാൽ കിടപ്പാവും, കിടപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രാക്ചർ പറഞ്ഞു, വയസ്സായ ആളുകളിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സന്ധികളിലുള്ള വേദന, നടുവേദന, തോളുവേദന. അപ്പം പ്രമേഹവും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഫ്രോസൺ ഷോൾഡർ, നമ്മുടെ കൈയുടെ തോൾ ഭാഗം കൈ പൊക്കാനും താക്കാനും പറ്റാതിരിക്കുക. സ്ത്രീകളിലാണെങ്കിൽ നമുക്ക് കൈ പുറകോട്ട് കൊണ്ടുപോയി നമുക്ക് ബ്ലൗസൊക്കെ ഇടാനും ബ്രേസിയറൊക്കെ ഇടാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് വരിക. അത്തരത്തിലുള്ള രോഗികൾക്ക് നിങ്ങൾ പ്രമേഹത്തിന് ചികിത്സിക്കുകയാണ് മറ്റിതര ചികിത്സയിലാണെങ്കിൽ പോലും വളരെ ഫലപ്രദമായിട്ട് ഹോമിയോ മരുന്നുകളുണ്ട്. അപ്പോൾ ഈ വാദസംബന്ധമായിട്ടുള്ള ജോയിൻസിൻ്റെ വേദനകൾ അതിനൊക്കെ നമ്മളിപ്പോൾ മോഡേൺ ചികിത്സാ രീതികളിൽ പോയാൽ വേദന സംഹാരികളാണ് ഉള്ളത്. പിന്നെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി പറയും, കാൽഷ്യം ഡെഫിഷ്യൻസി പറയും. അപ്പോൾ അത്തരത്തിലുള്ള വൈറ്റമിൻ D ഡെഫിഷ്യൻസിക്കൊക്കെ നമ്മൾ ഗുളികകളൊക്കെ കഴിക്കും, ആഴ്ച തോറും കഴിക്കുന്ന ഗുളികകളുണ്ട്. അതിന് പകരം നമ്മൾ രാവിലെ 1 മണിക്കൂർ നമ്മൾ ഈ എക്സർസൈസ് ചെയ്യുന്ന വെയിലത്ത് പോയി നിന്ന് എക്സർസൈസ് ചെയ്താൽ ഒരുപാട് മാറ്റം നമുക്ക് ആ വൈറ്റമിൻ D ഡെഫിഷ്യൻസിയിൽ മാറ്റം വരുത്താൻ പറ്റും. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് മാനേജ് ചെയ്യുകയും അതിനുവേണ്ടി ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പ്രമേഹ രോഗികളിൽ വരുന്ന ഒരു അസുഖമാണ് ട്രിഗർ ഫിംഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലുകൾ മടക്കിയാൽ നൂരാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ നമ്മുടെ തോക്കിൻ്റെ കാഞ്ചി പോലെ ടക്ടക്കനെ തുറക്കുക, ടക്ടക്കനെ അടയുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ കൈ നിന്ന് താഴെ പോകും. അപ്പോൾ കൈ വിരലുകൾ മടക്കുന്നതിന് പ്രയാസമൊക്കെ. ഇതിനാണെങ്കിൽ സർജറി ആണ് മറ്റ് ചികിത്സാ രീതികളിലുള്ളത്. വളരെ ഫലപ്രദമായ ഹോമിയോ മരുന്നുകൊണ്ട് ആ ട്രിഗർ ഫിംഗറിങ് മാറ്റാൻ പറ്റും. ധാരാളം കേസുകളിൽ അതിന് സുഖപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നൊരു രോഗാവസ്ഥ, ഈ കൈയുടെ നമ്മുടെ കൈപ്പത്തി ഉണ്ടല്ലോ, ആ പാമ്പിൻ്റെ മുഴുവനും നീറ്റിലും പുകച്ചിലും രാത്രി കിടക്കാൻ പറ്റൂല, ഭയങ്കര പ്രയാസമൊക്കെയാണ്. അത്തരം രോഗികളിലും ആ രോഗാവസ്ഥയ്ക്കും വളരെ ഫലപ്രദമാണ് ഹോമിയോപ്പതി ചികിത്സ. ഇതെല്ലാം അനുഭവത്തിൻ്റെ കാര്യം ഇതിൽ പറയുന്നതാണ്, അതല്ലാതെ വെറുതെ ഹോമിയോയിൽ ഇതിനൊക്കെ മരുന്നുണ്ടെന്ന് അങ്ങനെ പറയുന്നതല്ല. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, 50ഓളം വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാണ്. അതുപോലെ തന്നെ ഡി കുറുവൻ സ്റ്റെനോസൈനോവൈറ്റിസ് എന്ന് പറയും, നമ്മുടെ ഈ തള്ളവിരലിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു വലിയ വേദന, അത്തരം രോഗങ്ങൾക്കും വളരെ ഫലപ്രദമാണ്. അതുപോലെ മുട്ടുവേദന നമുക്ക് ധാരാളം രോഗികൾ പ്രത്യേകിച്ച് പ്രായാധിക്യമുള്ളവരിൽ കാണുന്നതാണ് മുട്ടുവേദന. ഈ മുട്ടുവേദനയും നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് മുട്ടു മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് പോവുക. അപ്പോൾ അത്തരത്തിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള നമ്മൾ 1-2 ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ ഒരു ഹോമിയോ ഡോക്ടറെ കാണുക. ഒരു 75% മുട്ടിൻ്റെ പ്രയാസങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിന് പ്രായാധിക്യമുള്ളവരുടെ വെയിറ്റ് ഒരു വലിയ ഘടകമാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കുക, റെഡ്യൂസ് യുവർ വെയിറ്റ്. അപ്പോൾ നമ്മൾ ഈ ആഹാരം നിയന്ത്രിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. വെയിറ്റ് കുറയ്ക്കുകയും നമ്മുടെ മുട്ടുവേദനയ്ക്കുള്ള വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട്. അതിൻ്റെ കൂടെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടോ, കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടോ, മറ്റ് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇതിൻ്റെ സപ്ലിമെൻ്റായിട്ട് കൊടുക്കുകയും ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിച്ചാലുള്ളൊരു ഗുണം, നമുക്ക് വേദന സംഹാരികൾ ധാരാളം ആളുകളിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കും, വയറിന് പ്രയാസങ്ങളുണ്ടാക്കും. അത്തരത്തിൽ യാതൊരു പ്രയാസവും ഉണ്ടാകത്തില്ല. യെസ്, എക്സാക്ട്ലി. സൈഡ് എഫക്ട്സ് ഇല്ല എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടു കാണും, ഇപ്പോൾ തന്നെ ഈ
എന്താണ് ബാക്ടീരിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം ദോഷമാണ്, ഭയാനകമാണ് എന്നാണ് ലോകാരോഗ്യ സംഘടനയും ICMR-ഉം പറയുന്നത്. അപ്പം നമുക്ക് മറ്റിതര ചികിത്സാ രീതികളിലുള്ള സ്കോപ്പ്, അവിടെയുള്ള സ്കോപ്പിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അവരുമായിട്ട് അത് ഡിസ്കസ് ചെയ്യുകയും നമ്മൾ, എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഏത് സർജിക്കൽ പ്രൊസീജിയർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് സഡനായിട്ട് വേണ്ടുന്ന സർജിക്കൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലാതെ വരുന്ന സർജറി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ഹോമിയോ ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചെയ്യുകയും, അതുപോലെ തന്നെ ഈ മുട്ടുവേദന അല്ലാതെ കാലിൻ്റെ നടുവേദന, നമ്മൾ നടുവേദനയായിട്ട് പോകുമ്പോൾ നമ്മുടെ ലംബാഗോ എന്ന് പറയും, ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള വേദന, അതിനും ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ മരുന്നുണ്ട്. നമ്മൾ നടുവിൻ്റെ ശസ്ത്രക്രിയയാണ് സാധാരണ ആളുകൾ ചെയ്യാറുള്ളത്. L4 L5 ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ് എന്നൊക്കെ പറയും. നമുക്ക് അത് ഒരു 75-80% നമുക്ക് മരുന്ന് കൊണ്ടത് ഭേദമാക്കാൻ പറ്റും. പക്ഷെ ചില കേസുകളിൽ സർജറി ഇന്നവിറ്റബിൾ ആണെങ്കിൽ അത് ചെയ്തു തന്നെ തീരണം. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് ഹോമിയോ ചികിത്സ നിങ്ങൾ ചെയ്യുക. അത് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഫലമുണ്ടാകും.